ഒരു തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് അപരന്മാരുണ്ടാകുക സ്വാഭാവികമാണ്. പ്രമുഖ സ്ഥാനാർത്ഥികൾക്കാകുമ്പോൾ ആ മത്സരരംഗം വല്ലാതങ്ങ് കൊഴുക്കും. ഇപ്പോൾ നേമം എന്ന് പറയുന്ന മണ്ഡലം നമുക്കറിയാം വളരെ നിർണായകമായ ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് BJP അധ്യക്ഷൻ കൂടിയായ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖറാണ്. ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥിയായി V ശിവൻകുട്ടി, നമുക്കറിയാം അദ്ദേഹം നേമം സിറ്റിംഗ് MLA കൂടിയാണ്. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് മത്സരിക്കുന്നത് ശബരിനാഥാണ്. ശരിക്കും ശക്തമായ ഒരു മത്സരം തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത്, അതായത് നിയമമണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. അവിടെ രാജീവ് ചന്ദ്രശേഖറിന് ഒരു അപരൻ വന്നിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ പ്രഥമമായി തന്നെ വരുന്ന ചില വിവരങ്ങൾ. ഈ വാർത്ത പുറത്തു വരുമ്പോൾ ശരിക്കും ഇവിടെ തരം താണ ഒരു കളി തന്നെയാണ് ഇടതുപക്ഷം കളിച്ചിരിക്കുന്നത്. V ശിവൻകുട്ടി കളിക്കുന്നത് എന്നതാണ് BJP സംസ്ഥാന പ്രസിഡന്റായ S സുരേഷ് പ്രതികരിക്കുന്നത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖറിന് വരുന്ന വോട്ടുകൾ ചിലപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെയൊക്കെ വോട്ടർമാർ ചെയ്യുന്ന, അതായത് ഇത്തരത്തിൽ വോട്ടർമാർ ഈ ഒരു കാര്യത്തെ ഗൗരവത്തോടെ കണക്കാക്കണമെന്നില്ല. അവർ അറിയാതെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കുത്താനുള്ള ഒരുപാട് സാധ്യതകൾ ഇവിടെ ഏറെയാണ്. ഒരുപക്ഷെ ഈ പേര് കാണുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ ആകാമെന്ന് കരുതി വോട്ട് ചെയ്യുന്നത് മാറിപ്പോകാനുള്ള സാധ്യതകളാണ് ഇവിടെ ഏറെയും ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു അപരനെ ഇവിടെ ഇറക്കിയിരിക്കുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല. എന്ത് തന്നെയായാലും ഈ വിഷയത്തിൽ S സുരേഷ് നടത്തിയ പ്രതികരണത്തിലേക്ക് പോകാം. ശ്രീ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന നേമം മണ്ഡലത്തിൽ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മന്ത്രി ശിവൻകുട്ടി വളരെ തരംതാണ രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്നതിൻ്റെ അവസാന ഉദാഹരണമാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ അപരനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിക്കൊണ്ട് ശിവൻകുട്ടിയും CPMും നടത്തുന്ന കളി. ഇവിടെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞ ലിസ്റ്റിൽ ഒരു രാജീവ് കുമാർ GS എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. ആ രാജീവ് കുമാർ GS തിരുവനന്തപുരത്തുകാർക്കും കരമനക്കാർക്കും ഒക്കെ വളരെ പരിചിതനായിട്ടുള്ള വ്യക്തിയാണ്. അയാൾ ആൾക്കാർക്ക് പരിചിതനാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ CPIMന്റെ ആറന്നൂർ A ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയാണ് അപരനായിട്ട് CPM നിർത്തിയിരിക്കുന്ന രാജീവ് കുമാർ GS എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. ഇത് നേമം ജനതയെ പറ്റിക്കുന്ന പണിയാണ് ശിവൻകുട്ടി ചെയ്യുന്നത്. നേമം ജനതയെ വിഡ്ഢിയാക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം അവിടുത്തെ MLA എന്ന നിലയിൽ സകല സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് അനുഭവിച്ച ശിവൻകുട്ടി രാജീവ് ചന്ദ്രശേഖർ എന്ന BJP നേതാവിനെതിരെ സ്വന്തം സഖാവിനെ അപരനായിട്ട് നിർത്തിയിട്ട് നേമം മണ്ഡലത്തിലെ ജനതയെ വിഡ്ഢിയാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരാജയ ഭീതി പൂണ്ട ശിവൻകുട്ടി അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള എല്ലാ പരാക്രമവും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് അസംബ്ലിയിൽ കാണിച്ച പരാക്രമങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന പരാക്രമമാണ് ശിവൻകുട്ടി ജനാധിപത്യത്തെ അവഹേളിച്ചുകൊണ്ട് നേമം നിയോജക മണ്ഡലത്തിൽ കാണിച്ചിരിക്കുന്നു. ഞാൻ ശ്രീ ശിവൻകുട്ടിയെയും അതോടൊപ്പം തന്നെ CPMനോടും ആവശ്യപ്പെടുന്നത് അവർ വ്യക്തമാക്കണം, ശിവൻകുട്ടിയും CPMും വ്യക്തമാക്കണം. ഇത് ജനാധിപത്യത്തെ അവഹേളിക്കാനായിട്ട് നിങ്ങൾ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരിലുള്ള അപര സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണോ, അതോ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി മെമ്പറുമായിട്ടുള്ള രാജീവ് വിമത സ്ഥാനാർത്ഥിയായിട്ട് ശിവൻകുട്ടിക്കെതിരെ CPM വിമത സ്ഥാനാർത്ഥിയായിട്ടാണോ മത്സരിക്കുന്നത് എന്നുള്ള കാര്യം ശിവൻകുട്ടി വ്യക്തമാക്കണം. ഞങ്ങൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാനുണ്ട്. നേമം നിയോജക മണ്ഡലത്തിൽ 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റുന്ന പ്രവർത്തനം ഇതിനോടകം NDAക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് CPMകാരുടെ കുടുംബങ്ങളിൽ നിന്നും കോൺഗ്രസ്സുകാരുടെ കുടുംബങ്ങളിൽ നിന്നും അവിടുത്തെ യുവാക്കൾ ആബാലവൃദ്ധം ജനങ്ങളുടെ പിന്തുണ ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഇത്തരത്തിലുള്ള തരംതാണ പണി ചെയ്തതുകൊണ്ട് കാര്യമില്ല എന്ന് CPMനെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങൾ മുമ്പ് ഇത്തരത്തിലുള്ള പണികൾ നടത്തിയിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് ശ്രീ K സുരേന്ദ്രനെ തോൽപ്പിക്കാനായിട്ട് അപരന്മാരെ നിർത്തിക്കളിച്ച നാടകം പ്രബുദ്ധരായിട്ടുള്ള തിരുവനന്തപുരത്തെ നേമം നിവാസികളോട് കാണിക്കരുത്
അത് ആ നാടിനെ അപമാനിക്കുന്നതിനും അവഹേളിക്കുന്നതിനും തുല്യമാണ് എന്ന് ശിവൻകുട്ടിയെ ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് ജനാധിപത്യത്തെ അധിക്ഷേപിക്കുന്ന, നേമൻ ജനതയെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന ശിവൻകുട്ടിക്കെതിരെ എല്ലാവരും പ്രതികരിക്കണമെന്നാവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ ഈ രാജീവ് എന്ന് പറയുന്നത് അപരനാണോ അതോ വിമതനാണോ എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും ശിവൻകുട്ടിയും വ്യക്തമാക്കണം എന്നുകൂടി BJP NDA ആവശ്യപ്പെടുകയാണ്. ഇതാണ് സഖാവ് രാജീവിൻ്റെ പടം. ഇതാണ് BJPയുടെ രാജീവ് ചന്ദ്രശേഖരനെതിരെ വിമത സ്ഥാനാർത്ഥിയായിട്ട് CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശിവൻകുട്ടി നിർത്തിയിരിക്കുന്ന അപര സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഇതാണ്. ഇദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു അറിയപ്പെടുന്ന സഖാവാണ്, CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, അതോടൊപ്പം തന്നെ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ഇതിലപ്പുറം തരം താഴണോ ഇവിടുത്തെ മന്ത്രി ശിവൻകുട്ടി? നേമം മണ്ഡലത്തെ ഇതിലപ്പുറം നിങ്ങൾ അവഹേളിക്കണോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്.